കൊലച്ചോറ് വേണ്ട. ഒരു കൃഷിക്കാരന്റെ വീട്ടിലെ കാളയായി ബോധിസത്വൻ ജനിച്ചിരിക്കുകയാണ്. അയാളുടെ അനിയനായി മറ്റൊരു കാളയുമുണ്ട്. പ്രായമായതോടെ കാളകൾക്ക് എപ്പോഴും നല്ല പണി തന്നെ. വയലിലെ പണി കഴിഞ്ഞാൽ വണ്ടിയിൽ കെട്ടി ഭാരം വലിപ്പിക്കും. തിന്നാൻ കിട്ടുന്നതോ കുറച്ച് പുല്ലും വെള്ളവും മാത്രം. ആകപ്പാടെ വലിയ ദുരിതം. അങ്ങനെ ഇരിക്കെ കൃഷിക്കാരന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചു. കല്യാണ സദ്യക്ക് ഇറച്ചിക്കറി വെക്കാൻ ഒരു തൊടിയൻ പന്നി അയാൾ നേരത്തെ തന്നെ വാങ്ങി നിർത്തി. അതിന് 3 നേരവും മൂക്കുമുട്ടെ ഭക്ഷണം കൊടുത്ത് കൂടുതൽ തടിയനാക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട അനിയൻ കാള ചേട്ടനോട് പരാതി പറഞ്ഞു. ചേട്ടാ, നമ്മുടെ കാര്യം കഷ്ടാണ്. വയലിലെ പണിയെല്ലാം ചെയ്യണം, പിന്നെ ഭാരം വലിക്കണം, ഒക്കെ കൂടി എന്തൊരു പാടാണ്. എന്നിട്ട് നമുക്ക് തരുന്നതോ കുറച്ച് പുല്ലും വെള്ളവും മാത്രം. എന്നാൽ ഇവിടെ ഇതാ വെറുതെ ഈ കൂട്ടിൽ കിടക്കുന്ന പന്നിക്കുട്ടന് ഇപ്പോഴും കുശാലാണ്. അനിയന്റെ ഈ ചോദ്യം കേട്ട് ചേട്ടൻ പറഞ്ഞു, അനിയാ, അവൻ തിന്നുന്നത് കൊലച്ചോറാണ്. നമ്മുടെ യജമാന്റെ മകളുടെ കല്യാണത്തിന് കൊന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് അവനെ തടിയനാക്കുന്നത്. ചേട്ടന്റെ മറുപടി ശ്രദ്ധിച്ചു കേട്ടെങ്കിലും അനുജന് കാര്യം അത്ര ബോധ്യപ്പെട്ടില്ല. കൃഷിക്കാരന്റെ മകളുടെ കല്യാണ ദിവസമായി. അതിഥികളെല്ലാം വന്നു. പാചകക്കാർ പന്നിത്തടിയനെ പിടിച്ചു കൊന്ന് കറി വെച്ച് വിളമ്പി. ബോധിസത്വനും അനിയനും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ചേട്ടൻ അനിയനോട് ചോദിച്ചു, ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടോ പന്നിക്ക് കൊടുത്തത് കൊലച്ചോറാണെന്ന്? ഇത് കേട്ട അനിയൻ പറഞ്ഞു, 1000 വട്ടം രക്ഷപ്പെട്ടു. എന്തായാലും ആ കൊലച്ചോറ് നമുക്ക് വേണ്ട. നമുക്കെന്നും പുല്ലും വെള്ളവും മതി.